അപ്പോൾ എല്ലാത്തിനും കുറ്റം പറയുന്നതിന് വേണ്ടി ഒരു സമിതിയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാ ദിവസവും കോർപ്പറേറ്റ് ഭാരവാഹികൾ ഗവൺമെൻറ്റിനെതിരെ 2 പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് മേയർ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ എല്ലാ കാര്യവും നോക്കാനുള്ള അവകാശമുണ്ട്. ഒരു പ്ലാൻ പോലും ഇല്ലാതെ കല്ലിട്ട് പോയ ആ വീടുകൾ ഇവിടെ വീട് നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് പണം എവിടെ പോയി, പിരിച്ച പണം എവിടെ പോയി എന്ന് പറയുവാൻ പോലും നിങ്ങൾ തയ്യാറാവുന്നില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് പ്രകാരം ചില ഉത്തരവാദിത്വങ്ങൾ നിക്ഷിപ്തമാണല്ലോ ഈ തദ്ദേശ സ്വയംഭരണ ഭരണാധികാരികൾക്ക്. അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുമ്പോൾ ചില ഉത്തരവാദിത്വങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണല്ലോ. അത് ലംഘിച്ചാൽ, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറാവാതിരുന്നാൽ അതിന് ഇടപെടുന്നതിന് വേണ്ടിയുള്ള അവകാശം ഗവൺമെൻറ്റുകൾക്കുണ്ടല്ലോ. ഗവൺമെൻറ്റിനുണ്ട്, കോടതിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവിടെ പ്രഖ്യാപനം മാത്രമാണ് നടത്തുന്നത്. കുറ്റം പറയുന്നതിന് വേണ്ടി ഒരു ഭരണസമിതി ആവശ്യമില്ലല്ലോ. കുറ്റം പറയാൻ എളുപ്പമാണ്. ഈ എന്തുകൊണ്ട് ഈ 40 ദിവസത്തിനകം ബ്ലൂ പ്രിൻ്റ് ഹാജരാക്കുമെന്ന് പറഞ്ഞു. എവിടെ ഹാജരാക്കി? പ്രധാനമന്ത്രി ഇവിടെ ഒന്ന് പ്രഖ്യാപിക്കുമെന്ന് പറയും. എന്തെങ്കിലും പ്രഖ്യാപിച്ചോ? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ അധികാരമെന്നാണ് ചോദിക്കുന്നത്. ഈ സിറ്റി മുഴുവൻ നിന്ന് ഗാർബേജ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. എല്ലാ പത്രങ്ങളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത് കൊടുത്തിട്ടുണ്ട്. അതിന് പരിഹാരം അല്ലേ ചെയ്യേണ്ടത്? അതുപോലെ ഈ ഉഷ്ണകാലഘട്ടത്തിൽ കോർപ്പറേഷൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ മേയറായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം അടക്കം പബ്ലിക് പ്ലേസുകളിൽ വയ്ക്കേണ്ടതാണ് ആൾക്കാർക്ക് കുടിക്കുന്നതിന് വേണ്ടി. കാരണം ഒരു കടയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കൊടുക്കില്ല. അപ്പോൾ കുടിവെള്ളം അടക്കം പബ്ലിക് പ്ലേസുകൾ വയ്ക്കേണ്ടതാണ്. ഞാൻ മേയറായിരുന്നു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോഴത്തെ മഴക്കാലം വരാൻ വേണ്ടി പോകും. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് വേണ്ടേ? അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൗൺസിലിൽ പ്രാതിനിധ്യമുള്ള എല്ലാവരുടെയും അറിവോടുകൂടിയല്ലേ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം രാഷ്ട്രീയം കാണാതെ ഐക്യത്തോടുകൂടി പോകണ്ടേ? അപ്പോൾ എല്ലാത്തിനും കുറ്റം പറയുന്നതിന് വേണ്ടി ഒരു സമിതിയുടെ ആവശ്യമൊന്നുമില്ല. സർക്കാർ എന്തിനാ ഈ ഒരു കോർപ്പറേഷനോട് പ്രതികാര ബുദ്ധിയായിട്ട് പെരുമാറുന്നത്? സർക്കാരിന് അതിൻ്റെ ആവശ്യം എന്താ? എന്ത് പ്രതികാര ബുദ്ധി? ലൈറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷന്, ക്ലീനിങ്ങിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷന്, മഴക്കാല പൂർവ്വ ശുചീകരണം അത്തരം കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷന്. എല്ലാ ദിവസവും കോർപ്പറേറ്റ് ഭാരവാഹികൾ ഗവൺമെൻറ്റിനെതിരെ 2 പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത് ശ്രദ്ധാപൂർവം ഈ സിസ്റ്റത്തിൻ്റെ പുറകെ, ഈ സംവിധാനത്തിൻ്റെ പുറകെ നിന്ന് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മുടെ കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വാഹനങ്ങളുണ്ട്, അധികാര മേയർക്കുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അത് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണല്ലോ നമുക്കുണ്ട്. ചെയ്യാതെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അതിൻ്റെ പേര് നടപടിയെടുക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. ഞങ്ങളെല്ലാം അത് ചെയ്തിട്ടുള്ളവരാണല്ലോ. അപ്പം നമ്മളെപ്പോലെ എന്നെപ്പോലെ അനുഭവസമ്പത്തായിട്ടുള്ള കോർപ്പറേഷൻ ഭരണത്തിലുള്ള ആൾക്കാർ പറയുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് മേയർ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ എല്ലാ കാര്യവും നോക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ വന്ന് അറിഞ്ഞിരിക്കണ്ടേ അദ്ദേഹം? അറിയില്ല. സാധാരണഗതിയിൽ ഇത് ഒരു വല്ല അത്ഭുതമായി തോന്നുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടങ്ങിയതാണിത്. തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ 4-5 പേരുടെ പേര് വന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വോട്ട് പെട്ടിയിലായി. ഇനി വോട്ട് എണ്ണാൻ വേണ്ടി 4-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ 4-ാം തീയതി വോട്ട് എണ്ണണം, അതിൽ ഭൂരിപക്ഷം വരണം.
അത് പിന്നെ ഭൂരിപക്ഷം ഗവർണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണർ അംഗീകരിക്കണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമല്ല ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് ഈ കടമ്പകൾ കടന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ട ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടയടിയാണെങ്കിൽ ഇത് മിക്കവാറും പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത് മാരത്തോൺ അടിയായിരിക്കും. അതിൻ്റെ ഒരു തർക്കമില്ല. ചുമ്മാ ഓരോരുത്തരും ഇവിടെ നിന്ന് കയറി ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിക്ക് പോയിട്ട് കേരള ഹൗസിൽ കിടന്ന് ഉറങ്ങുകയാണ്. കേരള ഹൗസിൽ കിടന്ന് നല്ല കൂർക്കം വിളിച്ച് ഉറങ്ങിയിട്ട് പറയുകയാണ് ഞാൻ ഹൈക്കമാൻഡിനെ കാണാൻ വേണ്ടി പോയിരുന്നു. ഇങ്ങനെ ഈ എത്ര രൂപ ചെലവഴിക്കുന്നത്? ഇങ്ങനെ വണ്ടി കയറി പോവുക, അവിടെ ചർച്ച ചെയ്യുക. അവിടെ ചെന്നാൽ പിന്നെ മാഡത്തിനെ കാണാൻ വേണ്ടി പറ്റില്ല, കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പറ്റില്ല. വലിയ പ്രയാസമായിരിക്കും കാണാൻ പറ്റുന്നത്. കാണാൻ പറ്റാത്തവന് എങ്ങനെ റോഡ് കറങ്ങി നടക്കാൻ പറ്റുമോ? കേരള ഹൗസിൽ കയറി കിടന്ന് ഉറങ്ങും. കേരള ഹൗസ് ആകുമ്പോൾ അവിടെ സൗജന്യം ഉണ്ടല്ലോ. ഇതൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ട് എഴുതിപ്പിക്കുന്നില്ലേ? നല്ല കാശ് കൊണ്ടൊക്കെ എഴുതിപ്പിക്കുകയാണല്ലോ. എന്നിട്ട് ഡൽഹിയിൽ ചെന്നിട്ട് സ്വാതന്ത്ര്യമുള്ള നിങ്ങളോട് പോലുള്ള ആൾക്കാരുടെ വിളിച്ച് പറയും ഞാൻ അവിടെ മാഡമായിട്ട് ചർച്ച ചെയ്ത് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഉടനെ നിങ്ങളൊരു വാർത്ത കൊടുക്കും ഇന്ന ആളിനെ ഏതാണ്ട് ഉറച്ചായിരിക്കും. നിങ്ങളോടൊന്ന് ശ്രദ്ധിക്കണം, അത് ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് കൊടുക്കാനുള്ളത്. അല്ല അതെനിക്കറിയില്ല. ഇത് പിന്നെ പരസ്പരം നല്ല വാശിയോട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് സുധാകരൻ കുറച്ച് പിന്മാറി, ഇപ്പോൾ വീണ്ടും വാശിയോടുകൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. സാധ്യതയില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. സുരോചനം പറഞ്ഞു വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാതിരിക്കുക ആൾക്കാരുണ്ടാവുക. അത്രയ്ക്ക് മോശമാണ് അവിടുത്തെ. അത്രയ്ക്ക് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് നടത്താനേ പാടില്ല. ചില മാധ്യമങ്ങൾക്കുണ്ടായിരിക്കാം, എല്ലാവർക്കും. CPI തന്നെ ചോദിക്കണം. എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് ഒരാളെ ചോദിക്കുക. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഈ വയനാട് ടൗൺഷിപ്പിലെ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇന്നലെ നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ പരിശോധിച്ചതാണ്. വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. വീടുകളുടെ വാട്ടർ പ്രൂഫിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. വെള്ളം കനിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാർക്കിങ്ങുകളെയാണ് വിള്ളലുകളായി ചിലർ തെറ്റായി ചിത്രീകരിക്കുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയുണ്ട്. ഗുണനിലവാരം 100% ഉറപ്പാക്കാതെ ഒരു വീട് പോലും ഞങ്ങൾ ദുരന്ത ബാധിതർക്ക് കൈമാറില്ല. നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് അടുത്ത 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികളുടെ ചുമതല. സുതാര്യത ഉറപ്പാക്കുവാൻ വേണ്ടി മൊത്തം തുകയുടെ ഒരു നിശ്ചിത ശതമാനം സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും പരാതികളില്ലെങ്കിൽ മാത്രമേ ഈ തുക അവർക്ക് വിട്ട് കൊടുക്കുകയുള്ളൂ. ഗുണഭോക്താക്കൾ നേരിട്ട് കണ്ട് തൃപ്തി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ താക്കോൽ കൈമാറ്റം നടക്കുകയുള്ളൂ. ഓരോ വീടിനും ഫർണിച്ചർ വാങ്ങാനായി 1 ലക്ഷം രൂപ വീതം വരെ സർക്കാർ അനുവദിക്കുന്നുണ്ട്. കഴിഞ്ഞ 20 മാസമായി മുടങ്ങാതെ വാടകയും ആനുകൂല്യങ്ങളും നൽകുന്ന ഈ സർക്കാർ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഇവിടെ വിള്ളൽ തിരഞ്ഞ് നടക്കുന്ന കോൺഗ്രസിനോടും യൂത്ത് കോൺഗ്രസിനോടും എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളത്, ഒരു പ്ലാൻ പോലുമില്ലാതെ കല്ലിട്ട് പോയ ആ വീടുകൾ എവിടെ? വീട് നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് പണം എവിടെ പോയി, പിരിച്ച പണം എവിടെ പോയി എന്ന് പറയുവാൻ പോലും നിങ്ങൾ തയ്യാറാവുന്നില്ല. ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പിരിച്ച പണത്തിൻ്റെ കണക്ക് പറയാത്തവർ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ നോക്കിയാൽ ജനങ്ങൾ തന്നെ നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.